മോട്ടോക്രോസ് ടയറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. 2500 മെറ്റ്സല 2500 ഡൺലാപ്പ്. ഹലോ ഗൈസ്, പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഫ്രണ്ടിലുള്ളത് നമ്മളെ 220 ആണ്. നമ്മളെ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ് ചെയ്തൊരു വണ്ടിയും കൂടെ ആയിരിക്കും. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് കേട്ടാ നമ്മൾ ചെറുക്കനൊന്ന് ഇറക്കാനായിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് വന്നതും പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്നാലും വണ്ടി എടുത്ത അത്യാവശ്യം കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഓടി. അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരു 500 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 150-500 അത്രയൊക്കെ ഓടിയുള്ളൂ. ഇപ്പം ഓട്ടവും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ അളവും കുറവാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മളെ 220 എവിടെയെന്ന് ഒരുപാട് നാളായിട്ട് കമൻറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ വണ്ടി എടുത്തിട്ട് ഇനി അതിൽ മാത്രം വീഡിയോ ഇടല്ലേ, 220 ഒഴിവാക്കിക്കൊണ്ട് വീഡിയോ ഇടലും കാര്യങ്ങളൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മളെ എല്ലാമാണ് ഇതാ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളെ 220 അല്ല, നമ്മളെ 220 ടയർ അത്യാവശ്യം ഫ്രണ്ട് ടയർ ഇനിയും ഓടും. ബാക്ക് ടയർ പിന്നെ പറയണ്ട നല്ല ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള സായി ടയേഴ്സിലോട്ടാണ് കേട്ടോ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ 220 കാണിച്ചില്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇറക്കിയേറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളെ ചെറുക്കനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം ഏതാണ് ടയറും കാര്യങ്ങളാണ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നേരെ പോവാം. അപ്പോൾ അതാ ഒരുപാട് നാക്കി ശേഷമാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്ത് റോട്ടിൽ ഓട്ടിക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മളെ യൂട്യൂബിൽ കുറേ നാളായി നമ്മളെ ചെറുക്കനെ കാണിച്ചിട്ട് എന്തോ ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. അത് എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അന്ന് കാർബറേറ്ററും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയ സമയത്ത് അന്ന് 2-3 ദിവസം തന്നെ മിസ് ചെയ്തപ്പം വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസമൊക്കെ വണ്ടി കിട്ടായിരുന്നിട്ട് കൈ കിട്ടുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പോൾ കുറച്ച് ദിവസം സ്പ്ലെൻഡറും കൊണ്ട് നടന്ന് അതിൻ്റെ ഒരു ഫീലൊക്കെ അനുഭവിച്ച് വന്ന് ഈ വണ്ടിയിലോട്ട് കയറിയപ്പോൾ ഇത് ഭയങ്കര വലിയൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതെന്തെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇത് അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. പിന്നെ കുറേ നാളുകൊണ്ട് ഞാൻ ഈ ഹൈറ്റ് വെച്ച് തന്നെയാണ് ഓട്ടിക്കുന്നത്. അപ്പം എനിക്ക് വലിയ ഹൈറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും നാൾ കിട്ടാതെ ഇരുന്ന് നമ്മളെ സ്പ്ലെൻഡർ ഓടിച്ചിട്ട് ഇതിലോട്ട് കയറിയപ്പം വലിയൊരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും ഹൈറ്റ് കിടക്കുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസാണ്. നമ്മളെ സ്പ്ലെൻഡറും ഒരു കിടിലെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കൂപ്സൊക്കെ വലിയ രീതിക്ക് സ്കെച്ചാക്കാത്ത രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. തൽക്കാലം ഇങ്ങനെ പോട്ടെ, നമ്മൾ കുറച്ച് ഫണ്ടും കാര്യങ്ങളും വരുന്ന സമയത്ത് എല്ലാം ചെയ്യാം. ഇല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ കുളമാവും. ഓക്കെ, ഈ എക്സോസ്റ്റിൻ്റെ കാലാവധിയൊക്കെ ഉടനെ അവസാനിക്കും കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ മാത്രം കാണിക്കുന്നത് ശരിയല്ല. ഈ എക്സോസ്റ്റ് ഓൾറെഡി കുറച്ച് ലൗഡാണ്. അത് ഞാൻ എന്തായാലും ഇനി വരും വീഡിയോസിന് നമ്മൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കണം. അതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ ഫുള്ള് ചീത്തപ്പേരാണ്. ഫുള്ള് റൈഡേഴ്സ് കമ്മ്യൂണിറ്റിയെ എങ്ങനെ കാണുന്ന നാട്ടുകാരൊക്കെ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അത് എത്ര രീതിക്ക് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാം. ഇപ്പോൾ എക്സോസ്റ്റ് മാറ്റില്ലേ ഒരു പരിപാടിയും നടക്കില്ല. എക്സോസ്റ്റ് മാറ്റി നമ്മളെ ബേക്ക് മഡ് ഗാർഡ് അല്ലെങ്കിൽ ഹഗ്ഗർ വയ്ക്കുമ്പം സേഫാണ്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഊരി മാറ്റിയാൽ മതിയല്ല. ലോങ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതെടുത്ത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഹഗ്ഗറും സെറ്റ് ചെയ്യണം, നമ്മളെ എക്സോസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെറിയ പ്ലാനുണ്ട്. എന്തായാലും നമുക്ക് വരും വീഡിയോസിൽ അതൊക്കെ കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മളെ പയ്യന്മാരെ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ ടയർ മാറാനായിട്ട്. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് വിട്ട് കളയാം. പറ്റുവാണെങ്കിൽ ചെറിയൊരു ബേണോട്ടൊക്കെ അടിച്ച് കളയാം. ഓൾറെഡി ആ ടയറും കാര്യങ്ങളൊക്കെ വെട്ടി തേഞ്ഞാണ് കേട്ടോ. എന്തായാലും ആ ടയറിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. ആരും വന്നില്ല. ഇതെത്ര ഈ മേളിൽ ഇരിക്കുന്ന? 190 190. 90-80 മിക്സാണ്. ഇത് താഴെ ഇരിക്കുന്നതാ 80-60 മിക്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ടയർ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ടയറാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് എടുത്ത് നോക്കാം. അവിടെ വരട്ടെ കേട്ടോ. എൻ്റെ വൈസർ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അതാണ് ഓക്കെ. വൈപ്പർ സ്പോട്ട് 160 17 പിന്നെ 160 മതിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അത്യാവശ്യം 4 സൈസും കാര്യങ്ങളൊന്നും വേണ്ട. ഇതാകുമ്പോൾ കൊള്ളാമല്ലേ. ഇതിലും വരട്ടെ. ഇത് നല്ല സോഫ്റ്റ് ഗ്രിപ്പ്.
ഡൺലപ്പ്. വെള്ളപ്പ് 180 ഇട്. നല്ല ടയർ കിട്ടും 3500 180 180 180 180 180 3 രൂപ 2500 മെറ്റ്സലർ 2500 ഡൺലപ്പ് 3 രൂപ ഡൺലപ്പ്. ഇതെത്ര എണ്ണ? 3500. അതേത്? ഏതാണ് ഗൈസ്? അപ്പം ഇതാണ് കേട്ടോ നമ്മളെടുത്ത ടയർ. കുഴപ്പമില്ലല്ലേ? ഇത് അത്യാവശ്യം വെയിറ്റ് ഇല്ല. മറ്റേ മെച്ചിലറിൻ്റെ ടയർ എടുത്തപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 180 ഇടുന്നതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഇല്ലാത്തവരെയും കുറച്ചും നൈസ്. അപ്പോൾ അതിന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് വരാം. കല്ലമ്പലത്തുള്ള സായി. അപ്പോൾ എന്തെങ്കിലും ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇവിടുത്തെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നമ്മൾ പറ്റുവാണെങ്കിൽ ഒരു ബേൺ ഔട്ടൊക്കെ അടിക്കാം. ഓക്കെ, ടയറ് തരുമോ? ടയറ് തരുമോ? ആ ഇല്ല, ആള് പോട്ടെ. ഓക്കെ, വണ്ടിയുടെ ബ്രേക്കിംഗ് ഒന്ന് നോക്കിയതാണ്. അമ്മമാരവിടെ കറയിക്കൊണ്ട് നിൽക്കുക. എൻ്റെ മോനെ പോകാം. Poppin', homie, day and night. Got the party jumping, about to break the ice. Stay up on my grind, that's my way of life. I got tunnel vision, I'ma chase that ray of light. അപ്പം നമ്മൾ ബേണോട്ട് അടിക്കാൻ കേട്ടോ. വണ്ടിയിൽ ബേണോട്ട് അടിച്ച് കളയാൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അങ്ങോട്ട് മനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചേ അടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നേരെ പോയി ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാം. അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞു. സക്കീർ ഭായ് ഊരിയെടു പറഞ്ഞാരെങ്കിലും. വണ്ടി ഇതാ ടയർ ഇടാനായിട്ട് കയറ്റാണ് കേട്ടോ. My skin is pale, but I'm a black sheep. Riding through the city, Satan in the backseat. Hey yo, that's me, I run it like a track meet. A rap fiend, I set the bar high like an athlete. Step in the booth and sack on drop that 808. ഈ കൊണ്ടോട്ടെ നമ്മളെ സ്പ്ലെൻഡർ പാഷൻ അതിനൊക്കെ വണ്ടിയൊക്കെയുള്ള ഇത് നമ്മളെ സ്കൂട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ടയറും കാര്യങ്ങളും. ഇത് നമ്മളെ ബൈക്ക് 220 വരുന്ന ടയറാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അതാ ഈ സൈഡിൽ യൂസർ ടയറാണ്. നമ്മളെ മോട്ടോക്രോസ് ടയറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. സെറ്റ് സീൻ സാധനം ഒക്കെ ഇരിപ്പുണ്ട്. നമ്മളെ S1 ഇരിപ്പുണ്ട്, H1 ഇരിപ്പുണ്ട്. ഒരുപാട് ടയർ ഇതാ ഈ സൈഡിലും ഉണ്ട്.
220 കിടക്കുന്നത്, ഞാൻ നേരത്തെ കാണിച്ച സാധനം. ഇത് സീൻ ടയറാണ്, ഒന്നും നോക്കണ്ട, എടുത്തോ, കണ്ണും പൊട്ടി എടുത്തോ. ഓഫ് റോഡും ഓൺ റോഡും 2 രീതിക്കും അടിപൊളി ടയറാണ് കേട്ടോ. കോർണറിങ് ആയാലും എല്ലാം സെറ്റാണ്. ഇതാ ഫുള്ള് ടയറാണ് ഇവിടെ ഇരിക്കുന്ന. ഓക്കെ, അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ ടയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതെന്തോന്നു കൊണ്ട് ശല്യമായില്ല, ബെല്ലേക്കാൾ നിൽക്കിയെന്നും പറഞ്ഞ് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരും വീഡിയോ. ഇതാരാണ് ഇവൻ? 46 അറിയാതെ സബ്സ്ക്രൈബ് ചെയ്തതാണ്. ടയർ ഇട്ടിട്ടുള്ള ലുക്ക് കണ്ട പൊളി തന്നെയല്ലേ. 190 ഇട്ടാൽ ഭയങ്കര വലുതായി പോകും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, വലിയ വീതിയും കാര്യങ്ങളും തോന്നിക്കുന്നുണ്ട്. പക്ഷേ അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ബേക്ക്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു സ്പിൻ എടുത്തിട്ട് വരാം. മഴയാണ് ഗായ്സ്, ഒന്നും കാണാൻ പറ്റില്ല. എന്തെങ്കിലും ഞാൻ പോയി നോക്കട്ടെ. മഴയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓവർ കോൺഫിഡൻസ് എടുത്ത് കൊളുത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ട്രാക്ക് ടയറാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടി അറിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ കേട്ടോ, എത്രത്തോളം നമുക്ക് കംഫർട്ടാണെന്ന്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു സ്പിൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, മുതു അത്രയും ചെളിയായിട്ടുണ്ട്. ഇപ്പം തിരിക്കുന്ന കാര്യമാണ് ചടങ്ങ്. ഗായ്സ്, അപ്പോൾ നമ്മളെ 2 വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് ടയറാണെങ്കിൽ നമ്മളെ സ്റ്റോക്ക് ടയർ തന്നെയാണ് കേട്ടോ. അത് അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ബേക്കാണ് അത്യാവശ്യം. ഇന്നത്തെ ഇവിടെ ഇത്രയും തന്നെ ഉള്ള ഒരു ടയർ ചേഞ്ചിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടയറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ ആവശ്യം പോലെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളും ഇനിയുള്ള മറക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വേണ്ടി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.